വാട്ടർ ഫീൽഡ് സബ്മേഴ്സിബിൾ പമ്പിൽ അതിന്റെ മോട്ടറിന്റെ ഉള്ളിൽ, അതായത് അതിന്റെ വൈൻഡിങ് പോർഷന്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കുന്നത് കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത് ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഒന്നും വരില്ല, അല്ലെങ്കിൽ ഷോക്ക് അടിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ വരില്ല. കാരണം നമ്മൾ ഈ കാണുന്ന പോലെ ഇതിനകത്ത് PVC കോട്ടഡ് ആയിട്ടുള്ള കോപ്പർ വയറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് ഒരു ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഇൻഡക്ഷന്റെ പർപ്പസ് എല്ലാം തന്നെ ഇത് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വാട്ടർ ഫീൽഡിൽ ഒരിക്കലും ഷോക്കിന്റെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. വാട്ടർ ഫീൽഡ് പമ്പിൽ ബുഷ് ബെയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ഡിസൈനിലുള്ള പമ്പ് നമുക്ക് വെർട്ടിക്കലായിട്ട് മാത്രവും ഹൊറിസോണ്ടൽ ഡിസൈനിലുള്ള പമ്പ് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് മാത്രമേ വാട്ടർ ഫീൽഡ് പമ്പിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വാട്ടർ ഫീൽഡ് പമ്പിൽ കറണ്ട് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ അത് വോൾട്ടേജ് പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വാട്ടർ ഫീൽഡ് പമ്പ് വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ വാട്ടർ ഫീൽഡ് പമ്പിന് സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറച്ച് കൂടുതലാണ്. വാട്ടർ ഫീൽഡ് പമ്പിൽ നോർമൽ പമ്പിനേക്കാളും അതിന് കപ്പാസിറ്റർ വാല്യൂസ് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ മസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പമ്പ് വർക്ക് ചെയ്യുള്ളൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ വാട്ടർ ഫീൽഡ് പമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്ടർ ഫീൽഡ് പമ്പിനെ പറ്റി അറിയാമോ? കമന്റ് ചെയ്യും.